എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ജോയ്സി. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബ്രെഡ് പിസ്സയുമായിട്ടാണ്. നമ്മുടെ പിള്ളേർക്കൊക്കെ ഒരു പിസ്സ വേണമെന്നൊക്കെ തോന്നുമ്പോൾ പെട്ടെന്ന് വീട്ടിൽ 2 കഷ്ണം ബ്രെഡ് ഉണ്ടെങ്കിൽ നമുക്കൊരു പിസ്സ ഉണ്ടാക്കി കൊടുക്കാം. ഒട്ടും ചിലവൊന്നുമില്ലാതെ നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് കൊണ്ട് തന്നെ നമുക്ക് എങ്ങനെയാണ് ഒരു ബ്രെഡ് പിസ്സ ഉണ്ടാക്കുന്നതെന്ന് കണ്ടാലോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇന്ന് നമുക്കൊരു ബ്രെഡ് പിസ്സ ഉണ്ടാക്കിയാലോ. പെട്ടെന്ന് എങ്ങനെ ഒരു ബ്രെഡ് പിസ്സ നമുക്ക് തയ്യാറാക്കുന്നത് നമുക്കൊന്ന് നോക്കാവേ. അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യമേ ഒരു ഇച്ചിരി ബട്ടർ എടുത്ത് നമ്മുടെ പാനയിലേക്കൊന്ന് തൂത്തിട്ടുണ്ട്. ഞാൻ പാനയിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. നമുക്കിത് മൊത്തത്തിലൊന്ന് തൂത്ത് കൊടുക്കും. ഇതിപ്പോൾ ബട്ടർ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. നമുക്ക് ബട്ടർ ഇല്ല, നെയ്യോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും നമ്മുടെ സൺഫ്ലവർ ഓയിലോ അങ്ങനെ എന്താണെങ്കിലും ചേർത്ത് കൊടുക്കാം. പിന്നെ ഇച്ചിരി ടേസ്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ ഇതങ്ങ് ആക്കുന്നതേ ഉള്ളേ. ഇനി നമുക്ക് നമ്മുടെ ബ്രെഡ് പീസ് അങ്ങ് വെച്ച് കൊടുക്കാവേ. ഞാനൊരു 4 പീസാണ് വെക്കുന്നത്. നമ്മുടെ ഇവിടുത്തെ വെക്കാനുള്ള സൗകര്യം അനുസരിച്ച് നമുക്ക് വെച്ചെടുക്കാം. ജസ്റ്റ് ഒന്ന് തിരിച്ച് മറിച്ച് ബട്ടറൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒന്നുകൂടെ ഒന്ന് തിരിച്ച് മറിച്ച് കൊടുക്കും. നമ്മൾ ഒത്തിരി ഹൈ ഫ്ലെയിമിൽ ഇടുകയും വേണ്ടേ. അപ്പം നമുക്കിതിനകത്ത് ഇനി നമുക്ക് ഇതിനകത്തോട്ട് നമുക്ക് നമ്മുടെ പിസ്സയുടെ സോസ് നമുക്ക് തേച്ച് കൊടുക്കാവേ. നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ പിസ്സ സോസാണ്. ഈ പിസ്സ സോസ് ഇല്ലെങ്കിലും ഈ പിള്ളേരൊക്കെ ഒരു പിസ്സ വേണമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇച്ചിരി കെച്ചപ്പ് അങ്ങ് തൂത്ത് കൊടുത്താലും മതി. ഇപ്പോൾ സോസ് ഇല്ലെങ്കിൽ ഇപ്പോൾ ഉണ്ടാക്കാതിരിക്കുകയൊന്നും വേണ്ട. ഇതിപ്പോൾ എല്ലാം കൂടെ ഒന്നിച്ച് വെച്ച് വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. നമ്മളിതിപ്പോൾ ഒറ്റയ്ക്കായിട്ട് തൂത്ത് കൊടുത്തു. ഇനി നമുക്ക് ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന നമ്മുടെ മോസറല്ല ചീസല്ല, ഞാൻ സാധാ ചീസാണ് എടുത്തു വെച്ചിരിക്കുന്നത്. ഇത് നമുക്ക് അതിനകത്തോട്ടൊന്ന് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം മൊത്തത്തിൽ ഒന്ന് ഇട്ട് കൊടുക്കാം. എല്ലാം വെച്ച് കൊടുത്തു. ഇനി നമുക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ തക്കാളി, സവോള, നമ്മുടെ ക്യാപ്സിക്കം, നമുക്കിതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതങ്ങിട്ട് കൊടുക്കാവേ. ഇപ്പോൾ ചിക്കനൊക്കെ വേണമെങ്കിൽ ചിക്കനൊക്കെ വെച്ച് കൊടുക്കാം കേട്ടോ, അതിന് കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ ചിക്കനൊന്നും വെക്കുന്നില്ല. പിള്ളേരൊരു പിസ്സയുടെ ഒരു ഇത് പറഞ്ഞപ്പോൾ ഒരു കൊതി പറഞ്ഞപ്പോൾ ഞാനങ്ങ് ഉണ്ടാക്കിയെന്നുള്ളതാണ്. മോസറല്ല ചീസ് അവിടെ ഇല്ലായിരുന്നു, ഞാനും കടയിൽ ചോദിച്ചപ്പോൾ. പിന്നെ ഈ ഉള്ള ചീസൊക്കെ വെച്ച് നമ്മളങ്ങ് അഡ്ജസ്റ്റ് ചെയ്തു. നല്ല അടിപൊളി കളർഫുള്ളായിട്ടുള്ള ഇനിയിപ്പോൾ ഇത് സ്പൂണിനൊക്കെ വേണമെങ്കിൽ സ്പൂണിനൊക്കെ വെച്ച് കൊടുത്തോണം. കൈ കൊണ്ട് വെക്കുന്നുണ്ടെങ്കിൽ കൈ കൊണ്ട് വെക്കാൻ കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്ക് വീണ്ടും അതിൻ്റെ പുറത്തോട്ട് നമ്മുടെ ഉള്ള ചീസ് നമുക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മൾ ചീസും അതിൻ്റെ മേളിൽ വെച്ചു. ഇനി നമുക്കിച്ചിരി ചില്ലി ഫ്ലെക്സും കൂടെ അതിൻ്റെ മേളിലേക്ക് ഇട്ട് കൊടുക്കാം. പെട്ടെന്ന് നമ്മുടെ തയ്യാറാക്കാൻ പറ്റുന്നൊരു ഇനി നമുക്കതിൻ്റെ മുകളിലേക്ക് ഇച്ചിരി ഓറിഗാനോയും കൂടി ഇട്ട് കൊടുക്കാവേ.
ഈ ഓറിഗാനോ ഇടുമ്പോൾ നമുക്ക് ഡൊമിനോസിൽ നിന്നൊക്കെ കിട്ടുന്ന ആ പിസ്സയുടെ ഒരു നല്ല ഫ്ലേവറാണ് നമുക്ക്. ഇനി നമുക്ക് ജസ്റ്റ് ഒന്നും അടച്ചു വെക്കാം. നമ്മുടെ ചീസ് ഒന്ന് മെൽറ്റ് ആവുന്നോടം വരെ ജസ്റ്റ് ഒന്ന് അടച്ചു. ഇപ്പോൾ ഒരു 3-4 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് നമ്മുടെ അടപ്പൊന്ന് ഇത് അങ്ങനെ നമ്മുടെ സൂപ്പർ പിസ്സ റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മുടെ ചീസൊക്കെ ഒന്ന് മെൽറ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ആക്കിയിട്ട് നമുക്ക് എടുത്തൊരു പാത്രത്തിലേക്ക് വെക്കാവേ. നമ്മുടെ സൂപ്പർ ടേസ്റ്റിലുള്ള ബ്രെഡ് പിസ്സ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പെട്ടെന്ന് നിസ്സാരമാണ്, എളുപ്പമാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. അതുവരെ ബൈ. താങ്ക് യു.